വെൽക്കം ബാക്ക്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കിട്ടും. ഇന്ന് ഉത്രാടാണ്. ഹാപ്പി ഓണം എല്ലാവർക്കും. അപ്പോൾ ഞങ്ങളവിടെ ചെറിയ ഓണം എന്നാട്ടോ പറയാം. ഇപ്പം ഞാൻ പൂവിടാൻ പോവാണ്. വെച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പൂ പറിച്ചിട്ട്. രാവിലെ തന്നെ ഭയങ്കര മഴ. ഞാൻ 4 മണിക്കൊക്കെ അലാറം വെച്ചപ്പോഴത്തേക്ക് ഒടുക്കത്തെ മഴ. പിന്നെ ഞാൻ ഇങ്ങോട്ട് കിടന്നുപോയി. ഇപ്പോൾ 7:07 7 മണിക്കായിട്ടുണ്ട്. അപ്പം കുറച്ച് പൂ പറിച്ചിട്ട് നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, നിങ്ങളൊക്കെ പൂ ഇട്ടോ? അല്ലെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടോ. ഈ ഇലയിൽ ഇട്ടോ, ഇച്ചിരി വലുത ഇലയല്ലേ. പ്ലീസ് നമുക്കിത് പറിക്കാം കേട്ടോ. ഇത് നമ്മളെ ഇവിടെ കുറച്ചുണ്ട് കേട്ടോ, ഉണ്ട്. ഇത് പറിച്ചിട്ട് വരാം കേട്ടോ. അപ്പം അല്ലേ, പണ്ട് നമ്മൾ പണ്ടൊന്നുമല്ല, കൊറോണ ടൈമിൽ നമുക്കൊക്കെ എല്ലാവരും ലോക്ക്ഡൗണായി വീട്ടിലിരുന്ന സമയത്ത്, ആ ടൈമിലത്തെ ഓണമൊക്കെ എല്ലാവരും വീട്ടിൽ തന്നെയാണ്. പിന്നെ പുറത്തുനിന്നൊന്നും വാങ്ങാതില്ല. ആ ടൈമിനൊക്കെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഈ നാട്ടുപൂവില്ലേ, മീൻസ് നാട്ടിൽ കൂടെ ഞങ്ങളത് തന്നെയായിരുന്നു ഇടല്. ഒരൊറ്റ പുറത്തുനിന്ന് വാങ്ങുന്ന പൂവ് ഉണ്ടാവാണ്ട് എല്ലാം ഫുൾ ഇവിടുത്തെ പൂവായിരുന്നു. പക്ഷെ ഞങ്ങൾക്കെല്ലാം എന്താ അറിയില്ല, അത്ര പൂവൊന്നും ഇവിടെ കാണുന്നില്ല. ഈവൻ എല്ലാ പൂവും കിട്ടും. അതുകൊണ്ട് ഭയങ്കര ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് എല്ലാ പൂവും ഇവിടെ തന്നെ അവൈലബിൾ ആയിരുന്നു. ഇങ്ങനെയല്ലേ? കല്യാണം ഇഷ്ടം പോലെ ഉണ്ടാവും. പ്രാവശ്യം കുറവാ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ പൂവും കുറവാന്ന് തോന്നുന്നു. ഈവൻ തുമ്പ പോലും കിട്ടാ ഇല്ലാത്തൊരു സംഭവം. അപ്പം ആവശ്യത്തിനുള്ള പൂവ് നമുക്ക് കിട്ടിയിട്ടോ. എനിക്ക് അത് കൊണ്ടേ പൂവിടാം. ഇതാട്ടോ പൊട്ടിങ്ങ എന്ന് പറയുന്ന ഒരു കായ്. ഇപ്പം ഞങ്ങളിപ്പോൾ പൂ പറിക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ടതാട്ടോ. ഇങ്ങനെ പഴുത്താലിത് ഈ കളറ് ഓറഞ്ച് സാധനമായിട്ടിരിക്കും കേട്ടോ. ഇതാട്ടോ സാധനം. ഞാൻ പറിച്ച സമയത്ത് ഒന്ന് വെട്ടിപ്പോയില്ല. ഇതാട്ടോ സാധനം. ഇത് തെച്ചിപ്പൂ, നമ്മുടെ മഞ്ഞ ചെട്ടി. അല്ല, ചെട്ടിയല്ലല്ലോ, എന്തൊരു പൂ. ഞങ്ങളില്ല. പൂക്കൾ അമ്മ ഇട്ട് തുടങ്ങിട്ടോ. ഓണം മറ്റേതൊക്കെ ആയിട്ട് ഞാനും അമ്മ ഇത് എത്തിക്കിട്ടോ. അമ്മ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഓണത്തിന്റെ സദ്യ കഴിക്കണം, പൂക്കളം കാണണം. ഞാൻ പൂക്കളത്തിനോടെ കാണിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റാക്കാം. നമുക്ക് കുറച്ച് ചിപ്സും അതേപോലെ തന്നെ ശർക്കര വരട്ടിയും ഉണ്ടാക്കാം. സൗണ്ട് ഇങ്ങനെ കിറുകിറ കുറച്ചൊന്ന് ബ്രൗൺ ആയിക്കോട്ടെ കേട്ടോ. കരിഞ്ഞു പോകാണ്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ ഉള്ളു ഭയങ്കര സോഫ്റ്റ് ആയിപ്പോവും. ഇങ്ങനൊരു ബ്രൗൺ അല്ല കേട്ടോ, ഇത് കുറച്ചും കൂടെ യെല്ലോ കളറാണ്. നല്ലോണം മുരിഞ്ഞ് കിട്ടണം. ഉള്ളിൽ സോഗി ആയി കിടക്കാണ്ട് നല്ല കിറുകിറാ നിൽക്കണം കേട്ടോ. നല്ല ഫുള്ള് ഉള്ളു വെന്ത് തോന്നണം. കുറച്ച് കനം കുറഞ്ഞിട്ട് എടുത്താൽ മതി. കനം കുറച്ചെടുത്താൽ പിന്നെ അധികം കഷ്ടപ്പെടേണ്ടി വരൂല. സോ ഇതിനെ പോയി ശർക്കര ഇട്ട് വരത്താം. നമ്മുടെ ചിപ്സ് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ചിപ്സിൻ്റെ അകത്ത് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്താ കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യട്ടോ.
അപ്പം നമുക്ക് ശർക്കര വരട്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒറ്റനൂൽ പരുവാകുമ്പോൾ ഇട്ടാൽ മതി കേട്ടോ. ബട്ട് ഗൈസ്, ഞാൻ ശർക്കര കുറച്ച് കൂടിപ്പോയി എടുത്ത് പണി കളിപ്പോയി. ഞാൻ പിന്നും രണ്ടാമത് ഉണ്ടാക്കിയതാണ് കേട്ടോ ഞാൻ ഇലയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാം കേട്ടോ. ഈ സാധനങ്ങളൊക്കെ എടുക്കാം. അപ്പം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പില ഇതൊക്കെ നല്ലതായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. നല്ല ബ്രൗൺ കളർ ആയിക്കോട്ടെ, ബട്ട് കരിഞ്ഞു പോകരുത്. ആ ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് മുളക് പൊടി, ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. എന്നിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് പുളിവെള്ളവും ശർക്കരയും കുരുമുളക് പൊടിയും ചേർത്തിട്ട് എന്നാൽ നമ്മുടെ പുളിയിഞ്ചി റെഡിയായി. എന്നിട്ടൊന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. ഒരു 2 ദിവസം തന്നെങ്കിലും വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ആരും തെറ്റിയിരിക്കേണ്ട, ഓംപ്ലേറ്റ് അല്ല, നമുക്ക് ബോളി ഉണ്ടാക്കാം കേട്ടോ. ബോളി ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. റെസിപ്പി നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അതിൻ്റെ മുകളിൽ ഗീ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചെടുക്കണം. ഒരുപാടൊന്നും വേവിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. കാരണം എല്ലാം വെന്തതാണ്. മൈദപ്പൊടിൻ്റെ ആ കോട്ടിങ് മാത്രം ഒന്ന് കുക്കായി കിട്ടാൽ മതി. ഈ ഉണ്ടാക്കിയ ഐറ്റംസിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയില്ല കേട്ടോ. കാരണം എല്ലാ റെസിപ്പീൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് ഞാൻ ജസ്റ്റ് കാണിക്കാം കേട്ടോ. നമ്മൾ തന്നെ ഉണ്ടാക്കിയ കേട്ടോ ചിപ്സും ഇതും. അവിയൽ അവരുടെ പേട്ട കൈ കൊണ്ടത് നമ്മള് അച്ചാറ് വെക്കാൻ മറന്നു. അച്ചാറും പച്ചടിയും നമ്മൾ മറന്നു കിട്ടും. കടക്കിട്ടോ സാമ്പാർ ഒഴിച്ചോല്ലേ കോപ്പിക്കണ്ട. ചിക്കൻ കറി ഉണ്ട് കേട്ടോ. ചിക്കൻ കറി, ബോളി, സാമ്പാർ എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട് ഗൈസ്. കാളും കറി കേട്ടോ. അത് മോര് കാളൻ. ഗൈസ് ഇനി ഇവിടെ ബോളി. കോഴിക്കോട്ടുകാരെ സദ്യയിൽ അങ്ങനെ ബോളി ഞാൻ ഇതുവരെയായിട്ടും കണ്ടില്ല കേട്ടോ. ട്രിവാൻഡ്രംകാരിലേ കണ്ടുള്ളൂ. ചിക്കൻ കറി അതേപോലെ തന്നെ സദ്യയിൽ ഉണ്ടാവാറില്ല. നമ്മുടെ സേമിയ പായസം കേട്ടോ. അത് ചവ്വരിയൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി പായസം. മാവരിക്കോ ഗൈസ്, ഇത് അടപ്പായസം കേട്ടോ. ഇത് ഞങ്ങളുടെ അമ്പലത്തിൽ നിന്ന് അടപ്രഥമ പായസമാണ്. ഇപ്പോൾ തന്നിട്ടില്ലോ. ഇത് അമ്പലത്തിൽ നിന്ന് കിട്ടുന്നതാട്ടോ. അതേപോലെ തന്നെ ഇത് സേമിയ പായസം. അപ്പം നമ്മളെ സദ്യ കംപ്ലീറ്റ്. ഇനി നമുക്ക് നമ്മളെ ഏട്ടനെ വിളിക്കാം. വെള്ളവും ഏട്ടാ. ഗൈസ് ഇനി അടുത്ത ചോറുമ്പക്ക് എൻ്റെ പാക്കുച്ചക്കിന് കൊടുക്കാം കേട്ടോ. എന്റെ പായസം ഇട്ടുകൊണ്ടുപോയി പാക്കുച്ചക്ക് കേട്ടോ. പാക്കുച്ചക്ക് ഹാപ്പി. ഈസ് ഞാൻ തിന്നിട്ട് കേട്ടോ. എനിക്ക് ഈ ചിക്കൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ടേസ്റ്റ്. ഗൈസ് നമുക്കിനി ഞാനിപ്പോൾ ബോളി എടുത്തിട്ടുണ്ട്. 2 തരം പായസവും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതിൻ്റെ കൂടെ കൂട്ടി തിന്നാം. എങ്ങനെയുണ്ടെന്ന് വെക്കുന്നേരം കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഞാൻ ആദ്യമായിട്ടാട്ടോ ഞാൻ കഴിക്കുന്നത്. റീലൊക്കെ കണ്ടിക്കുന്നല്ലാണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ചിരിപ്പിക്കലോ. അത്ര ആവുമല്ല. കുഴപ്പമില്ല. എനിക്ക് പയറും പായസം കൂടുതൽ ഇഷ്ടം ബോളി സെപ്പറേറ്റും പായസം സെപ്പറേറ്റും കുടിക്കാനായിട്ടോ.
ഞങ്ങൾക്ക് സ്ഥലത്തിൻ്റെ പരിമിതി കാരണം ഞങ്ങൾ പുതിയ വീടിൻ്റെ മുമ്പിലാട്ടോ ഇട്ടത്. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബായ്.